തങ്ങളുടെ കപ്പൽ ആക്രമിച്ച ഉക്രൈന് മറുപടി ഇല്ലാതിരിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രിയും ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉക്രൈനെ ആരാണോ നിയന്ത്രിക്കുന്നത് എങ്കിൽ അവർ അദ്ദേഹത്തിന് കടിഞ്ഞാണിടണം എന്നാണ് യൂറോപ്പിനോട് അറാക്ചി പറഞ്ഞിരിക്കുന്നത്. കാരണം യൂറോപ്പിന്റെ കളിപ്പാവയായി പ്രവർത്തിക്കുകയാണ് സെലൻസ്കി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതാണ് കാസ്പിയൻ കടൽ. ഈ കടൽ ഭാഗത്താണ് റഷ്യയിൽ നിന്നും ഇറാനിലേക്ക്, ടെഹ്റാനിലേക്ക് എത്താനുള്ള വളരെ സുഗമമായ ഒരു കപ്പൽ മാർഗമാണിത്. ഇവിടെ വെച്ചാണ് ഇറാന്റെ കപ്പലിന് നേരെ ഉക്രൈൻ ആക്രമണം നടത്തിയത്. ഇത് ഇസ്രായേലിന്റെ താല്പര്യപ്രകാരമാണ് ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉക്രൈൻ പറയുന്നത് റഷ്യയിൽ നിന്നുള്ള ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളുമാണ് ടെഹ്റാനിലേക്ക് ഈ കപ്പൽ വഴി എത്തിയിരുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് ഇത് കേവലം ഒരു വാണിജ്യ കപ്പൽ മാത്രമാണ് എന്നാണ്. എന്തായിരുന്നാലും ഈ കപ്പലിന് നേരെ നടത്തിയ ഉക്രൈന്റെ ആക്രമണത്തിന് ശക്തമായ മറുപടി ഉണ്ടാകുമെന്ന് യൂറോപ്പ് തലവൻ ഖാജ കല്ലാസിനെയും അറാക്ചി വിളിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയോടും ഈ കാര്യം അറാക്ചി പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ മറുപടി ഉണ്ടാകുമെന്നതിൽ സംശയമില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഞങ്ങൾക്കെതിരെ അതിക്രമം നടത്തുന്ന ആരെയും വെറുതെ വിടാറില്ല, പക്ഷെ ഞങ്ങൾ ആരെയും വെറുതെ ആക്രമിക്കാനും പോകാറില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിലൂടെ ഉക്രൈനെതിരെ ഇറാൻ ആക്രമണം നടത്തി യൂറോപ്പിനെ ഇറാനെതിരെ ആക്രമിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുക എന്നതാണ് ഉക്രൈൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ താല്പര്യമെന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇറാൻ പറയുന്നത്. എന്തായാലും മറുപടി ഉണ്ടായിരിക്കുമെന്നതിൽ സംശയമില്ല.